ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. കാരണം കള്ളത്തരം പ്രചരിപ്പിക്കാനും കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാം. പകൽ പിടിച്ചാൽ പോലും അറിയാം. അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അർത്ഥം പറയണ്ട. കണ്ടെത്തി ആര് കണ്ടെത്തി? എന്ത് കണ്ടെത്തി? അത് ഇവന്റെ കണ്ടെത്തി ആരംഗീകരിക്കുന്നില്ല. ആരംഗീകരിക്കുന്ന ഏത് കണ്ടെത്തല? എന്തിൻ്റെ കണ്ടെത്തലിനെ പറ്റിയ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ ഭയങ്കരമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഒരു യുക്തിപ്രത്യാഘാതം ഇല്ലായിട്ടുണ്ടാവില്ല. ഞങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഏത് സാഹചര്യം ഇത് ഗൂഢാലോചന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന്. പിന്നെ പറഞ്ഞതിന് പച്ച മലയാളമല്ലേ. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലുള്ള ജനങ്ങൾക്കുണ്ട്. അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ഗൗരവത്തിലെടുക്കാതെ എന്തും ചെയ്യാൻ മടിയുള്ള ഒരുതരം സെറ്റാണ് ഇതിൻ്റെ ഭാഗമായിട്ട്.